കഴിഞ്ഞില്ല. വേറെ ഒന്ന്, ദൈവം മനുഷ്യർക്കിടയിൽ നടത്തുന്ന വിവേചനത്തെ കുറിച്ച്, തന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് തന്നെ ആരാധിക്കുന്നിടത്ത് പോലും ദൈവത്തിന് വിവേചനം കാണിക്കുന്നുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട്, അഹരോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഹാറൂൻ നബിയാണ്, അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാങ്ങൻ, കാലൊടിഞ്ഞവൻ, കയ്യൊടിഞ്ഞവൻ, ഇതൊരു വേദഗ്രന്ഥാണ്, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ടൻ എന്നിങ്ങനെയുള്ളവരും അരുത്. ലേവ്യ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അംഗവൈകല്യമുള്ളവർ ആരാധന അർപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരരുത്. ഷണ്ടനോ ചിഹ്നനോ യഹോവയുടെ സഭയിൽ പോലും പ്രവേശിക്കരുത് എന്നാണ് ആവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഈ രീതിയിൽ തന്റെ സൃഷ്ടികളോട് ക്രൂരമായി, അസഹിഷ്ണുവായി, തത്വദീക്ഷയില്ലാതെ പെരുമാറുന്നവർ ദൈവത്തിന്റെ അനുയായികളാണ് അള്ളാഹുവിനെ കുറിച്ച് അഹങ്കാരി എന്ന ആരോപണം പറഞ്ഞു നടക്കുന്നത്. ഇനി നോക്ക്, അതിലേറെ വേറെ ഒന്ന്, മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ബിദഈകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ വിലയില്ല എന്നറിയുന്ന ഫാദർമാർ, പുരോഹിതന്മാർ തന്നെ ബിദഈകളുടെ ആരോപണങ്ങൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്നും അവന്റെ മുഖം നശിച്ചു പോകുമെന്നും ഒക്കെ പറയുന്ന ക്ലിപ്പുകൾ അതേ നോക്കാം. ജെറി തോമസ് സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറ കാലികൾ 6ന്റെ 102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42ന്റെ 51-ാം വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറ 10ന്റെ 3-ാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55ന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48ന്റെ 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20ന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ് ബൈബിളിന്. ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28ന്റെ 88 പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അപ്പൊ അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്,
മുഖമുണ്ട്. അക്ബർ സാഹിബ് പറയുന്ന ആശയത്തിന് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ വിലയില്ല എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജെറി ഇത് പറയുന്നത് എന്തിനാന്ന് നിങ്ങൾക്കറിയോ? മുസ്ലിം സമുദായത്തിന്റെ ദൈവം ഇങ്ങനെയാണ് തന്റെ ഓഡിയൻസിനെ പഠിപ്പിക്കാൻ. വാസ്തവവിരുദ്ധമായ ഒരു ആശയത്തെ, ഒരു സന്ദേശത്തെ തന്റെ സമൂഹത്തിന് കൈമാറാൻ വേണ്ടി വിവരമില്ലാത്ത പാവപ്പെട്ട പാമരരായ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. വാസ്തവത്തിൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസപ്രകാരം അങ്ങനെയാണോ ഉള്ളത്? ഏത് ഭാഷയിലാണ് അലങ്കാരിക പദമില്ലാത്തത്? യദുല്ലാഹി എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുന്റെ കൈയാണെന്ന് അർത്ഥം വെക്കാൻ ആധികാരികമായ ഏതെങ്കിലും ഒരു തഫ്സീറിന്റെ പിൻബലം നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾ പറയും അക്ബർ സാഹിബ് പറഞ്ഞതുകൊണ്ടാണ്. ഒരു ഉപ്പാക്ക് 5 മക്കളുണ്ട് നോക്കുക. ആ 5 മക്കളിൽ ഒരാൾ തന്റെ അയൽവാസിയോട് ശണ്ട കൂടിയപ്പോ ആ അയൽവാസി തിരിച്ച് നിന്റെ ഉപ്പ കള്ളനാണ്, നിന്റെ ഉപ്പ വ്യഭിചാരിയാണ്, നിന്റെ ഉപ്പ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ കുറെ തിരിച്ചാരോപണങ്ങൾ പറയാം. മറ്റു 4 മക്കൾ നിന്നിങ്ങനെ കേൾക്കുമ്പോ അവരോട് പറയാം ഞങ്ങളൊപ്പാനല്ല കേട്ടോ പറയുന്നത്, ഇയാള് പറഞ്ഞതുകൊണ്ട് ഇയാളൊപ്പാനെന്ന് പറയുന്നത്. അത് കേട്ടു നിൽക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാമും മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങളെ ബോധപൂർവം വളച്ചൊടിക്കുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ യദ് എന്നും വജ്ഹ് എന്നും ഒക്കെയുള്ള പദപ്രയോഗങ്ങൾ വന്നിട്ടുള്ളത് ആലങ്കാരികമാണ്. ഒരാളെ സംബന്ധിച്ച് നാട്ടിൽ ചെറിയൊരു കേസുണ്ട്. അപ്പൊ ഒരു രാഷ്ട്രീയക്കാരനെ സമീപിച്ച് അവനോട് പറയാം. കാരണം എന്താ? അവന് നല്ല ഹാൻഡ് ഉണ്ട്. നല്ല ആനക്കുട്ടിന്റെ അത്ര വലിയ ഹാൻഡ് ഉണ്ട് അതിന്റെ അർത്ഥം അങ്ങനെയാണോ? അദ്ദേഹത്തിന്റെ അധികാര സ്വാധീനത്തെ കുറിച്ചല്ലേ നമ്മൾ പരാമർശിക്കുന്നത്? ഭാരത മാതാവ് എന്ന് പറയുമ്പോഴേക്ക് ആ മാതാവ് എവിടെയെന്ന് ചോദിച്ച് ടോർച്ചടിച്ച് തെരുവിൽ തെരഞ്ഞു നടക്കാറുണ്ടോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ? ആഡംസ് ആപ്പിൾ എന്ന് കേൾക്കുമ്പോ ആദാമിന്റെ പഴം എവിടെയെന്ന് തെരഞ്ഞെടുക്കാറുണ്ടോ? അത് നിങ്ങളുടെയും എന്റെയൊക്കെ ശരീരത്തിന്റെ ഭാഗമായ കണ്ടമുഴയുടെ പേരല്ലേ ആഡംസ് ആപ്പിൾ? ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ റോഡ് പ്രസവിച്ച കുട്ടി എന്നല്ലല്ലോ അർത്ഥം, യാത്രക്കാരൻ എന്നല്ലേ? ഏത് ഭാഷയിലാണ് അലങ്കാരിക പദപ്രയോഗങ്ങളില്ലാത്തത്? വിശുദ്ധ ഖുർആനിൽ യദ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ചാണ്. വജ്ഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് പലപ്പോഴും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, അവന്റെ നെസസറി ബീങ്, വാജിബുൽ വുജൂദ്, കേവല അസ്തിത്വത്തെ, കേവല ഉണ്മയെ കാണിക്കാനാണ്. മറ്റു പലപ്പോഴും അവന്റെ തൃപ്തിയെ, അനുഗ്രഹത്തെ, സന്തോഷത്തെ കാണിക്കാനാണ്. നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ. അള്ളാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ എന്നാണ് അർത്ഥം. അന്ത്യനാളിൽ സകലതും നശിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹു മാത്രം ശേഷിക്കും എന്നാണ് അർത്ഥം. ഒരു വേദഗ്രന്ഥത്തെ സമീപിക്കുമ്പോ ആ വേദഗ്രന്ഥത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് നമ്മുടെ തന്നിഷ്ടപ്രകാരമല്ല, ഇത്തിരിയൊക്കെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആ വേദഗ്രന്ഥം വിശ്വസിക്കുന്ന, അതിന്റെ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നതിനെ ആധികാരികമായി സ്വീകരിച്ചുകൊണ്ടാവണം. അല്ലാതെ അറബി ഭാഷ പോലും അറിയാതെ, അറബിയുടെ ബാലബോധങ്ങൾ പോലും പഠിക്കാതെ വെറുതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്നത് ക്ഷന്തവ്യമായിരിക്കില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വലിയൊരു ആരോപണം, മുസ്ലിമീങ്ങളുടെ അള്ളാഹുവിനെ പിടിച്ചിട്ടാണ് ഇപ്പൊ പരിപാടി മുഴുവൻ. മുസ്ലിമീങ്ങളുടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അതൊരു ദേവന്റെ പേരാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ശ്രമം. ബ്രിട്ടീഷുകാരിറക്കുന്ന ഒരു ഡിക്ഷണറി ഉണ്ട്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി. അതിൽ അള്ളാഹു എന്നതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഗോഡ് ഓഫ് മുസ്ലിംസ് എന്നാണ്, മുസ്ലിമീങ്ങളുടെ ദൈവം. അമേരിക്കയിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന അത് മറ്റൊരു ക്രിസ്ത്യൻ രാജ്യമാണ്, വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഉണ്ട്. അതിനും പരിചയപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം എന്നാണ്. ഇത് അവരുടെ ഒരു ഗൂഢമായ അജണ്ടയാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു കുലദൈവമാണ്, എല്ലാവരുടെയും ദൈവമായ ദൈവത്തിന് യഹോവയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൽ അവരുടെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി ഇങ്ങോട്ട് അദ്ദേഹം ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ തെളിവ് തേടി നടക്കുക. അങ്ങനെ അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ എന്ന ആയത്തെടുത്താണ്ട് അവിടെ അല്ലാത്ത എന്ന് പറയുന്നത് അള്ളാഹു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ്,
അപ്പൊ അള്ളാഹു എന്ന പുരുഷലിംഗമാണ്. അപ്പൊ ഒരു ദേവൻ ദേവത എന്ന സ്വരത്തിലാണ്. നോക്കൂ, നിങ്ങൾ ജെറി തോമസ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എന്നാൽ പ്രിയ സ്നേഹിതരെ, അള്ളാഹുവിന്റെ പേരിന് എന്തോ ചില പ്രത്യേകതകളും എന്തോ ചില യുണീക്നെസ്സും ഉണ്ടെന്നാണ് സാധാരണയായി ദാവാ പ്രാസംഗികർ, സക്കീർ നായക്കിനെ പോലെയുള്ള ദാവാ പ്രാസംഗികർ പറയുന്നത്. അവർ പറയുന്നത് അള്ളാഹുവിന്റെ പേരിന് സ്ത്രീലിംഗമില്ല. ആര് പറഞ്ഞു? ഇബൻ കത്തീർ, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവായ ഇബൻ കത്തീറിന്റെ തഫ്സീറിൽ സൂറ 53 19 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇബൻ കത്തീർ പറയുന്നത് അല്ലത്ത് എന്ന് പറയുന്നത് അള്ളയുടെ സ്ത്രീലിംഗ പേരാണ്, ഫെമിനൈൻ ഫോമാണ്. അള്ളാഹുവിന്റെ പേര് ദൈവമെന്ന് പറയുന്നത് പോലെ, ദേവതകൾ എന്ന് പറയുന്നത് പോലെ. വാസ്തവത്തിൽ എന്താണ് ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത്? ഇബ്നു കസീർ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇബ്നു കസീറിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടാകും. പക്ഷെ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് പോലും പൂർണ്ണമായി വായിക്കാതെ പകുതി മറച്ചു വെച്ച് കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ജെറി തോമസ് വായിച്ചതെന്ന് പരസ്യമായി പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് വേദനയുണ്ട്. നിങ്ങളുടെ ഓഡിയൻസിനെ സംതൃപ്തിപ്പെടുത്താൻ അല്ലേ? ഇബ്നു കസീർ എന്ന പണ്ഡിതൻ ഇബ്നു ജരീർ എന്ന പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇബ്നു ജരീർ പറയുന്നത് മക്ക മുശ്രിക്കുകളായ ആളുകൾ ലാത്ത എന്ന പേരിനെ അള്ളാഹുവിന്റെ പേരിൽ നിന്ന് എടുത്തതാണ്, ആദത്തമായ പദമാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഫഖാലു, അങ്ങനെയാണ് അല്ലാത്ത് ലാത്ത എന്നവർ പ്രയോഗിച്ചത്. യഅനൂന മുഅന്നസതൻ മിൻഹു, അള്ളാഹു എന്ന പദപ്രയോഗത്തിന്റെ സ്ത്രീലിംഗ പദപ്രയോഗം ആയിട്ട് മക്ക മുശ്രിക്കുകൾ അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ ലാത്ത എന്ന് പ്രയോഗിക്കാറുണ്ടായിരുന്നു. ഇത് മക്ക മുശ്രിക്കുകളുടെ അഭിപ്രായമാണ്. മക്കക്കാരായിരുന്ന ബഹുദൈവ വിശ്വാസികൾ സ്വീകരിച്ചിരുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ പരാമർശം. ഇത് കഴിഞ്ഞിട്ട് ഇബ്നു കസീർ തന്റെ അഭിപ്രായം എന്താണെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി. തആലല്ലാഹു അൻ ഖൗലിഹിം ഉലുവൻ കബീറാ, അവരുടെ ഈ വാദത്തെ തൊട്ട് എത്രയോ പരമോന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പരാമർശിച്ച അല്ലാഹു എന്നത് ലാത്ത എന്ന പദപ്രയോഗത്തിന്റെ ഒരു പുരുഷലിംഗ പദം ആയിട്ടല്ല, മറിച്ച് അല്ലാഹു എന്ന പദപ്രയോഗം മറ്റേത് ഭാഷയിലും യഥാർത്ഥ ദൈവത്തിന് നൽകിയിട്ടുള്ള പദപ്രയോഗത്തിൽ നിന്ന് എത്രയോ ഭിന്നമാണ്. എത്രയോ ഭിന്നമാണെന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് എന്ന് ബഹുവചനം പറയാം, ഗോഡസ് എന്ന് നിങ്ങൾക്കതിന് സ്ത്രീലിംഗ പദപ്രയോഗം പറയാം. ഉറുദുവിൽ ഖുദാ എന്ന് പറഞ്ഞാൽ അതിന് ഖുദായേം എന്ന് ബഹുവചന രൂപമുണ്ട്. മലയാളത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്ന് ബഹുവചന രൂപമുണ്ട്. എന്നാൽ അല്ലാഹ് എന്ന പദപ്രയോഗത്തിന് അതിന് ബഹുവചന രൂപമില്ല, ഏകവചന രൂപം മാത്രമാണ് അതിനുള്ളത്. അതിന് സ്ത്രീലിംഗമില്ല, പുല്ലിംഗമില്ല. അത് എല്ലാ അർത്ഥത്തിലും അല്ലാഹു അഹദ്, അല്ലാഹു എന്ന പദപ്രയോഗം പോലും അഹദ്, അത് ഏകത്വത്തിനെ കുറിക്കുന്നതാണ്. അതിനപ്പുറം വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിച്ച, അറബി ഭാഷയെ കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരാളുടെ പോലും പിന്തുണ നിങ്ങളുടെ ദുരാരോപണങ്ങൾക്ക് നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.